കുടുംബത്തിനുള്ളിൽ തന്നെ കൂറുമാറ്റക്കാർ. സദ്ദാം ഹുസൈൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നു അത്. മൂത്ത പെൺമക്കളിൽ 2 പേരും അവരുടെ ഭർത്താക്കന്മാർക്കൊപ്പം രഹസ്യമായി ഇറാഖ് വിട്ടിരിക്കുന്നു. ആ സംഭവം അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. സദ്ദാമോ മറ്റുള്ള കുടുംബാംഗങ്ങളോ അതിനെക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. റഖാദ് സദ്ദാം ഹുസൈനും റാണ സദ്ദാം ഹുസൈനും അവരുടെ ഭർത്താക്കന്മാരും മക്കളുമെത്തിയത് ജോർദാനിലാണ്. ഇറാഖിൽ നിന്നും കൂറുമാറിയെത്തിയവരെ ജോർദാൻ രാജാവ് സ്നേഹപൂർവ്വം സ്വീകരിച്ചു. സദ്ദാമിന്റെ പെൺമക്കളുടെ ഭർത്താക്കന്മാരായ ഹുസൈൻ കമാൽ അൽ മജീദി, സദ്ദാം കമാൽ ഹസൻ അൽ മജീദി എന്നീ സഹോദരങ്ങളാണ് കൂറുമാറ്റത്തിന് ചരട് വലിച്ചത്. സദ്ദാം ഹുസൈനെ അമ്പരപ്പിച്ചുകൊണ്ട് മജീദി സഹോദരന്മാർ രാജ്യം വിട്ടുപോയിരിക്കുന്നു. മാത്രമല്ല, അവർ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. ജോർദാനിലെത്തി ആഴ്ചകൾക്കുള്ളിൽ CNN നൽകിയ അഭിമുഖത്തിൽ സദ്ദാമിനെതിരെ ഹുസൈൻ കമാൽ തുറന്നടിച്ചു. ഇറാഖിന്റെ രാഷ്ട്രീയ സ്ഥിതി വളരെ മോശമായതിനാലാണ് രാജ്യം വിട്ടുപോകാൻ തീരുമാനിച്ചത്. സദ്ദാം ഹുസൈന് ചുറ്റും കാര്യപ്രാപ്തിയില്ലാത്ത മന്ത്രിമാരും ഉപദേശകരുമാണുള്ളത്. അവരുടെ എന്തെങ്കിലും കഴിവോ നൈപുണ്യമോ കണ്ടിട്ടല്ല ആ സ്ഥാനലബ്ധി. സദ്ദാം ഹുസൈന്റെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്കനുസരിച്ചു മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരാണവർ. അതുമാത്രമാണ് എല്ലാ പദവികളിലും എത്താനുള്ള യോഗ്യത. ഇങ്ങനെ ഒരു രാജ്യത്തിന് അധികം മുന്നോട്ടു പോകാൻ കഴിയില്ല, അയാൾ പറഞ്ഞു നിർത്തി. തൊട്ടടുത്ത ദിവസം ജോർദാനിലെ രാജാവ് തന്നെ ഒരു പ്രസ്താവനയിൽ ഇറാഖിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. സദ്ദാം ഹുസൈൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അദ്ദേഹം ഇറാഖിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിന് ശ്രമിക്കുന്നവർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കുമെന്ന് കൂടി വ്യക്തമാക്കി. ഇറാഖിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഓഫീസുകൾക്ക് ജോർദാനിൽ പ്രവർത്തിക്കാൻ നേരത്തെ തന്നെ അദ്ദേഹം അനുമതി നൽകിയിരുന്നു. ജോർദാൻ രാജാവ് ഹുസൈൻ ഇറാഖിലെ പഴയ രാജകുടുംബാംഗങ്ങളുടെ ബന്ധുവാണ്. അതിനാൽ അവിടുത്തെ ബാത്തിസ്റ്റ് പാർട്ടിയുടെയും സദ്ദാമിന്റെയും ഭരണത്തിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. ഇറാഖിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ. ഒരിക്കലും പരസ്പരം പൊരുത്തപ്പെടില്ല എന്ന് കരുതിയ ഇറാഖിലെ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിക്കാൻ ആ ഘട്ടത്തിൽ ഹുസൈൻ രാജാവിന് കഴിഞ്ഞു. അത് നൽകിയ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം മജീദി സഹോദരന്മാരെ സ്വീകരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ജോർദാൻ രാജാവിന്റെ നിലപാടായിരുന്നില്ല ആ രാജ്യത്തെ ജനങ്ങൾക്ക്. അവരുടെ മനസ്സിൽ സദ്ദാം ഹുസൈന്റെ ചിത്രം വ്യത്യസ്തമാണ്. ധീരനായ ഒരു പോരാളി, പാശ്ചാത്യ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം നയിക്കാൻ ധൈര്യമുള്ള അറബ് നേതാവ്. ജോർദാനിലെ ജനങ്ങൾക്ക് സദ്ദാം നൽകിയ വലിയ സഹായങ്ങൾ അവർ മറന്നിട്ടില്ല. 1990കളുടെ തുടക്കത്തിൽ ലോകവിപണിയിലാകെ ഇന്ധനവില കുതിച്ചുയർന്നപ്പോൾ തുച്ഛമായ വിലയ്ക്ക് ജോർദാൻ എണ്ണ നൽകാൻ സദ്ദാം ഹുസൈൻ തയ്യാറായി. ആ സഹായമില്ലായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടന തന്നെ തകരാറിലാകുമായിരുന്നു. സദ്ദാം ഹുസൈൻ പാലസ്തീനു വേണ്ടി ശബ്ദമുയർത്തുന്ന നേതാവാണ്. അക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ അറബ് ലോകത്തെയാകെ സ്വാധീനിക്കാൻ തുടങ്ങിയിരുന്നു, പ്രത്യേകിച്ചും ജോർദാനിലെ ജനങ്ങളെ. ഇസ്രായേലിൽ കൊല്ലപ്പെടുന്ന പാലസ്തീനികളുടെ കുടുംബത്തിന് ഇറാഖിൽ നിന്നും സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതി സദ്ദാം ആരംഭിച്ചിട്ടുണ്ട്.
പാലസ്തീനിലെയും ജോർദാനിലെയും സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഇറാഖിൽ വന്ന് സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള സൗകര്യവും ഇറാഖി സർക്കാർ നൽകി. അങ്ങനെ ജോർദാനിലെ ജനങ്ങൾക്ക് മുന്നിൽ അവർ കാത്തിരുന്ന അറബ് നായകൻ തന്നെയായി സദ്ദാം ഹുസൈൻ. ജോർദാനിലെ ജനങ്ങൾ മാത്രമല്ല, അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യയും സിറിയയും ജോർദാൻ രാജാവിന്റെ പദ്ധതിയെ അനുകൂലിച്ചില്ല. കുവൈറ്റ് അധിനിവേശം അവസാനിച്ചിട്ടും അറബ് മേഖലയിൽ നിന്നും അമേരിക്കൻ സൈന്യം പിൻവാങ്ങാത്തതിൽ അവർ അസ്വസ്ഥരാണ്. ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടായപ്പോൾ ജോർദാനടക്കം പല അറബ് രാജ്യങ്ങളും ഇറാഖിനെയാണ് പിന്തുണച്ചത്. എന്നാൽ ഇറാഖ് കുവൈറ്റിൽ കടന്നു കയറിയപ്പോൾ അറബ് രാജ്യങ്ങളിൽ പലതും അമേരിക്കയുമായി ചേർന്ന് കുവൈറ്റിന്റെ മോചനത്തിനായി പൊരുതി. ജോർദാൻ ആദ്യം നിഷ്പക്ഷത പാലിച്ചു. പിന്നീട് യുദ്ധത്തിലിടപെട്ട അമേരിക്കയുടെ നടപടിയെ വിമർശിച്ചു. അറബികൾക്കും മുസ്ലിം ലോകത്തിനുമെതിരായുള്ള അതിക്രമമാണ് അമേരിക്കയുടേതെന്നാണ് ഹുസൈൻ രാജാവിന്റെ അഭിപ്രായം. എന്നാൽ കുവൈറ്റ് യുദ്ധത്തിനു ശേഷം ഹുസൈൻ രാജാവ് പാശ്ചാത്യ ശക്തികളുമായി വീണ്ടും സൗഹൃദത്തിലായി. പക്ഷേ ഇപ്പോൾ ജോർദാൻ രാജാവ് പ്രതീക്ഷിച്ചതുപോലെയല്ല ഇറാഖിലെ കാര്യങ്ങൾ. ഹുസൈൻ കമാൽ അൽ മജീദിയെയും സദ്ദാം കമാൽ അൽ മജീദിയെയും വിശ്വാസത്തിലെടുക്കാൻ ഇറാഖിലെ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായില്ല. അവർ സദ്ദാം ഹുസൈന്റെ മരുമക്കളാണെന്നതാണ് പ്രധാന കാരണം. ഇത്രകാലം ഇറാഖിലെ അധികാരത്തിന്റെ ഭാഗമായിരുന്ന അവരുടെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? മജീദി സഹോദരന്മാരുടെ കൂറുമാറ്റവും ജോർദാനിലേക്കുള്ള യാത്രയും ഇറാഖിൽ വാർത്തയായി എന്നല്ലാതെ പ്രത്യേക രാഷ്ട്രീയ ചലനങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ല. ഇറാഖിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയതുമില്ല. എന്നാൽ അന്തർദേശീയ മാധ്യമങ്ങൾ സദ്ദാം കുടുംബത്തിലെ പുതിയ സംഭവ വികാസം കൗതുകത്തോടെ കൈകാര്യം ചെയ്തു. കുവൈറ്റ് അധിനിവേശത്തിന് ശേഷം ഇറാഖിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മജീദി സഹോദരന്മാർക്ക് ഇറാഖ് രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ അമേരിക്കയും CIA-യും അവരെ കൈയൊഴിഞ്ഞു. ഊഷ്മളമായി സ്വീകരിച്ച ജോർദാൻ ഭരണാധികാരികൾ മജീദി സഹോദരങ്ങളെയും കുടുംബത്തെയും അകറ്റി നിർത്താൻ തുടങ്ങി. ഹുസൈൻ കമാൽ അൽ മജീദിയും സഹോദരനും ആകെ ആശയക്കുഴപ്പത്തിലായി. അവർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല. ഇനി എത്രകാലം ജോർദാനിൽ കഴിയും? റഖാദ് സദ്ദാം ഹുസൈനുമായും റാണ സദ്ദാം ഹുസൈനുമായും അവർ ഈ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. മജീദി സഹോദരങ്ങളുടെ ഭാര്യമാരായ ഇരുവരും ജോർദാനിലെത്തിയപ്പോൾ മുതൽ സദ്ദാമിന്റെ കൊട്ടാരവുമായി ബന്ധം പുലർത്തുന്നുണ്ട്. മൂത്തമകൾ റഖാദിനോടാണ് സദ്ദാം ഹുസൈന് ഏറ്റവും വാത്സല്യം. ഇറാഖിലേക്ക് തിരികെ വരാൻ തങ്ങളെ അനുവദിക്കണമെന്ന് റഖാദ് സദ്ദാമിനോട് അപേക്ഷിച്ചു. വലിയ തർക്കങ്ങളൊന്നുമില്ലാതെ സദ്ദാം ഹുസൈൻ മകളുടെ അപേക്ഷ സ്വീകരിച്ചു. രാജ്യത്തോട് നടത്തിയ വഞ്ചനയ്ക്കുള്ള ശിക്ഷയായി അവരെ സാധാരണ പൗരന്മാരായി മാത്രമേ തിരികെ സ്വീകരിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞു. കൂറുമാറി ശത്രുപക്ഷം ചേർന്നെങ്കിലും സദ്ദാം ഹുസൈന്റെ മരുമക്കളായതിനാൽ വലിയ ശിക്ഷയൊന്നും കിട്ടില്ലെന്നായിരുന്നു മജീദി സഹോദരന്മാരുടെ പ്രതീക്ഷ. നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഹുസൈൻ കമാൽ അൽ മജീദി മാധ്യമങ്ങളെ കണ്ടു. ഇറാഖി സർക്കാർ അതിന്റെ നയങ്ങളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയതിനാൽ തങ്ങൾ മടങ്ങുന്നുവെന്ന് പ്രസ്താവിച്ചു. 1 മാസം നീണ്ടുനിന്ന വിമതപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അവർ ഭാര്യമാർക്കും കുട്ടികൾക്കുമൊപ്പം ജന്മനാട്ടിലേക്ക് മടങ്ങി. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്.
സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പോകുന്നതിന് മുൻപ് ജോർദാൻ രാജാവിനെ കാണാൻ അവർ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് അനുമതി കൊടുത്തില്ല. അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുക എന്നതാണ് ദൈവനിശ്ചയം. അങ്ങനെ തന്നെ ചെയ്യട്ടെയെന്ന് രാജാവ് പറഞ്ഞു. അവസാനമായി അവർ അമേരിക്കയുടെയും കുവൈറ്റിന്റെയും അംബാസഡർമാരെ ബന്ധപ്പെട്ടു. ഇറാഖി സർക്കാരിന്റെ നയങ്ങളെയും പ്രവർത്തനങ്ങളെയും രൂക്ഷമായി വിമർശിച്ചു എന്നല്ലാതെ മജീദി സഹോദരന്മാർക്ക് എന്തെങ്കിലും പിന്തുണ നൽകാൻ അവരും തയ്യാറായില്ല. സദ്ദാം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയല്ലാതെ മജീദി സഹോദരന്മാർക്ക് മുന്നിൽ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. ഇറാഖിൽ മടങ്ങിയെത്തിയ അവരെ എതിരേറ്റത് ഉദയ് ഹുസൈന്റെയും ഖുസായ് ഹുസൈന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ്. ഉദയാകട്ടെ അയാളുടെ പക നല്ലതുപോലെ പ്രകടിപ്പിച്ചു. റഖാദ് ഹുസൈനെയും റാണ ഹുസൈനെയും അവരുടെ മക്കളെയും ആ സംഘം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ മജീദി സഹോദരന്മാരെ അവർക്കൊപ്പം പോകാൻ അനുവദിച്ചില്ല. മണിക്കൂറുകൾക്കുള്ളിൽ ഹുസൈൻ കമാലിൽ നിന്നും സദ്ദാം കമാലിൽ നിന്നും അവർ റഖാദ് ഹുസൈന്റെയും റാണ ഹുസൈന്റെയും വിവാഹമോചനം വാങ്ങിയെടുത്തു. സദ്ദാം ഭരണകൂടം മജീദി സഹോദരന്മാരെ വഞ്ചകരും രാജ്യദ്രോഹികളുമായി പ്രഖ്യാപിച്ചു. റഖാദ് ഹുസൈനെയും റാണ ഹുസൈനെയും അവർ വഞ്ചിക്കുകയായിരുന്നുവെന്നും രാജ്യത്തിനെതിരെ ഭർത്താക്കന്മാർ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നില്ലെന്നും ഔദ്യോഗിക പ്രസ്താവന വന്നു. തന്റെ പെൺമക്കളെ രാജ്യദ്രോഹികൾക്കൊപ്പം ജീവിക്കാൻ വിട്ടുകൊടുക്കില്ലെന്നായിരുന്നു സദ്ദാമിന്റെ നിലപാട്. മജീദി സഹോദരന്മാർ സുരക്ഷാ സൈന്യത്തിന്റെ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം ലഭിച്ചിരുന്നെങ്കിലും അവർ വഴങ്ങാതെ സ്വന്തം കുടുംബ വീട്ടിൽ അഭയം തേടി. ബാഗ്ദാദിൽ തന്നെയാണ് എല്ലാ സുരക്ഷാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള ആ വീട്. പക്ഷേ അവിടെയുള്ള സുരക്ഷയ്ക്ക് ഒരു പ്രസക്തിയുമുണ്ടായില്ല. അന്ന് തന്നെ ആ വീട് ആക്രമിക്കപ്പെട്ടു. മജീദി സഹോദരന്മാരുടെ ബന്ധുക്കൾ തന്നെയാണ് സദ്ദാം ഹുസൈനെ പ്രീതിപ്പെടുത്താനായി ആക്രമണം ആസൂത്രണം ചെയ്തത്. വീട്ടിലുണ്ടായിരുന്നവർ പ്രത്യാക്രമണം നടത്തിയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഹുസൈൻ കമാലും സദ്ദാം കമാലും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അവരുടെ അച്ഛനും മറ്റൊരു സഹോദരനും ആക്രമണത്തിൽ മരിച്ചു. ഈ സംഭവത്തെ അപലപിക്കാൻ പോലും രാജ്യത്ത് ആരും തയ്യാറായില്ല. രാജ്യത്തെ വഞ്ചിച്ചവർ ചോര ചിന്തിയെന്നാണ് ഇറാഖിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതിയത്. ദുരഭിമാനക്കൊലയ്ക്ക് പേര് കേട്ടതാണ് ഇറാഖിലെ ഗോത്ര സമൂഹം. ഗോത്രങ്ങൾക്ക് അനഭിമതമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മരണമാണ് ശിക്ഷ. മജീദി സഹോദരന്മാരെയും കുടുംബാംഗങ്ങളെയും ഏറ്റുമുട്ടലൊരുക്കി കൊലപ്പെടുത്തിയത് അവരുടെ ഗോത്രങ്ങൾ തന്നെയാണ്. സദ്ദാം ഹുസൈന്റെ അനുമതിയോടെയായിരിക്കും ആ കൊലപാതകങ്ങൾ നടന്നതെന്ന കാര്യം തീർച്ച. റഖാദ് ഹുസൈനോ റാണ ഹുസൈനോ അവരുടെ കുട്ടികൾക്കോ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവസരം പോലുമുണ്ടായില്ല. മജീദി സഹോദരന്മാരുടെ കൂറുമാറ്റവും കൊലപാതകവും ഇറാഖിന്റെ ചരിത്രത്തിലെ മറ്റൊരു ഇരുണ്ട അധ്യായമായി അവസാനിച്ചു. സദ്ദാം ഹുസൈനെ ഇറാഖിൽ തന്നെയുള്ള ശത്രുക്കൾ നേരിട്ടുകൊള്ളുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രതീക്ഷ. എന്നാൽ മജീദി സഹോദരന്മാർക്കുണ്ടായ ദുരനുഭവം അവരുടെ പ്രതീക്ഷയ്ക്കേറ്റ
എത്ര ക്രൂരനായ ഏകാധിപതിയാണ് സദ്ദാം ഹുസൈൻ എന്നതിന് തെളിവാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങൾ. മജീദി സഹോദരന്മാരെ ഇറാഖ് ക്ഷണിച്ചുവരുത്തി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും സദ്ദാം ഹുസൈൻ എങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന് അമേരിക്ക പ്രസ്താവനയിൽ പറഞ്ഞു. ബിൽ ക്ലിന്റനാണ് ആ കാലയളവിൽ അമേരിക്കൻ പ്രസിഡന്റ്. ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണകൾ ഇറാഖ് ലംഘിക്കുന്നുവെന്ന് ക്ലിന്റൺ ആരോപിച്ചു. അപകടകരമായ ആയുധങ്ങൾ ഉണ്ടാക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നില്ലെന്നുറപ്പുവരുത്തുന്നതിനായി നടത്തേണ്ട ആയുധ പരിശോധനകളോട് ഇറാഖ് സഹകരിക്കുന്നില്ലെന്നാണ് പ്രധാന പരാതി. ചില മേഖലകളിൽ പരിശോധനകൾക്ക് ഇറാഖ് അനുമതി കൊടുത്തിരുന്നില്ല. അവരുടെ കൈവശമുണ്ടെന്ന് കരുതപ്പെടുന്ന രാസായുധങ്ങളെക്കുറിച്ചാണ് മറ്റൊരു പ്രധാന സംശയം. മാരക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള രാസായുധങ്ങളുടെ വമ്പൻ ശേഖരം ഇറാഖ് രഹസ്യമായി സൂക്ഷിക്കുന്നുവെന്ന് അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും ഭയപ്പെട്ടു. ഒരു വിവേചനവുമില്ലാതെ അത്തരമായുധങ്ങൾ ഉപയോഗിക്കാൻ സദ്ദാം മടിക്കില്ലെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇറാൻ അതിർത്തിയിലും കുർദുകൾ താമസിക്കുന്ന ഇടങ്ങളിലും ഇറാഖ് പരസ്യമായി അത് പ്രയോഗിച്ചിട്ടുണ്ട്. ഷിയ റിബലുകളുടെയും കുർദ് റിബലുകളുടെയും നേരെ ഇറാഖ് രഹസ്യമായി രാസായുധ പ്രയോഗം നടത്തി. അതിനെല്ലാം നേതൃത്വം വഹിച്ച സദ്ദാം ഹുസൈന്റെ കുടുംബാംഗം കൂടിയായ മന്ത്രി അലി ഹസൻ അൽ മജീദിയുടെ വിളിപ്പേര് കെമിക്കൽ അലി എന്നാണ്. ഇറാനിലേക്ക് ധാന്യങ്ങൾ കടത്തിയതിന്റെ പേരിൽ കെമിക്കൽ അലിയെ സദ്ദാം മന്ത്രിസഭയിൽ നിന്നും തരം താഴ്ത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ തെക്കൻ ഇറാഖിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തമാക്കിയപ്പോൾ പുതിയ സാഹചര്യങ്ങൾ നേരിടാൻ കെമിക്കൽ അലിയെ വീണ്ടും ഇറാഖിന്റെ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു. സാഹചര്യം ഇനിയും മോശമായാൽ ഇറാഖിനെ ആക്രമിക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. നിലവിലുള്ള യുദ്ധനിയമങ്ങൾ അമേരിക്കയെ അങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിന് അനുവദിക്കുന്നില്ല. ഇതിനെ മറികടക്കാൻ 1998 ഒക്ടോബർ 31 ഇറാഖ് ലിബറേഷൻ ആക്ട് എന്നൊരു പുതിയ നിയമം രൂപപ്പെടുത്തി. ക്ലിന്റൺ അതൊപ്പുവെച്ച് അംഗീകരിക്കുകയും ചെയ്തു. ഈ നിയമമനുസരിച്ച് അമേരിക്ക ഇറാഖിലെ പ്രതിപക്ഷത്തിനും വിമതർക്കും സാമ്പത്തിക സഹായം ചെയ്യും. സദ്ദാം ഹുസൈന്റെ ഏകാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ഇറാഖിൽ പുതിയ ജനാധിപത്യ സർക്കാരിന് രൂപം നൽകുകയാണ് അവരുടെ ലക്ഷ്യം. തനിക്കെതിരെ ഇങ്ങനെയൊരു പടയൊരുക്കം അണിയറയിൽ നടക്കുന്നത് അപ്പോൾ സദ്ദാം ഹുസൈൻ അറിഞ്ഞിരുന്നില്ല.